الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ സഹോദരിമാരെ, ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി. ലൈലത്ത് എന്ന് പറഞ്ഞ രാത്രി, ഖദ്ർ. എന്താണ് ഈ ഖദ്ർ? ഖദ്ർ എന്ന് പറഞ്ഞാൽ കണക്കാക്കൽ, പദ്ധതി, ഏർപ്പാടുകൾ എന്നൊക്കെ പറയും ഖദ്റിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാത്രിക്കിട്ട പേരാണ് ഖദ്റിന്റെ രാത്രി എന്ന്. ഒരു വർഷത്തേക്കുള്ള അല്ലാഹുവിൻ്റെ ഏർപ്പാടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖൽഖ്, കതബല്ലാഹു മഖാദീറൽ ഖൽഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിയുടെയും ഖദ്റുകളെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കതബല്ലാഹു, അല്ലാഹു എഴുതി തയ്യാറാക്കി കഴിഞ്ഞു. മഖാദീറൽ ഖൽഖ്, ഖൽഖിന്റെ ഖദ്റുകളെ, മഖാദീറുകളെ. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി. സൃഷ്ടി അല്ലാഹു അല്ലാത്ത എല്ലാം, അല്ലാഹു അല്ലാത്ത എല്ലാം മഖ്ലൂഖാണ്. അല്ലാഹു ഖാലിഖാണ്. അർശ് മുതൽ പരമാണുക്കൾ വരെയുള്ള മുഴുവൻ സൃഷ്ടികൾ, അഭൗതിക ലോകം മുതൽ ഭൗതിക ലോകം വരെയുള്ള സകലതും, ഇവകളുടെ എല്ലാത്തിൻ്റെയും ഒരു പ്രോഗ്രാം അല്ലാഹു ആദ്യം തയ്യാറാക്കുകയാണ് ചെയ്തത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നതിന് മുമ്പ് എന്താണ് സൃഷ്ടിക്കേണ്ടത്, എപ്പോഴാണ് സൃഷ്ടിക്കേണ്ടത് എന്ന ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്തത്. അതാണ് ഖദ്ർ, അല്ലാഹുവിൻ്റെ പ്ലാൻ. ഈ പ്ലാൻ അല്ലാഹു തആല റിക്കാർഡാക്കി എഴുതി വെച്ചു. കതബല്ലാഹു. റസൂലുള്ളാഹി തങ്ങൾ വേറൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അവ്വലു മാ ഖലഖല്ലാഹു തആല അൽ ഖലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് കലമാണ്, പേനയാണ്.
എങ്ങനെയുള്ള പേന? അല്ലാഹു അഅലം. അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ ജലാലത്തും അവൻ്റെ കിബിരിയാവും ആയിട്ട് ബന്ധപ്പെട്ട പേന. മഖ്ലൂക്കിൻ്റെ പേനയുമായിട്ട് അതിൻ്റെ ബന്ധം അതിന് തശ്ബീഹ് ചെയ്യണ്ട, സാദൃശ്യപ്പെടുത്തണ്ട. അള്ളാഹുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും മഖ്ലൂക്കുമായി സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കി പോകരുത്. അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കാനേ പറ്റുള്ളൂ. വ്യാഖ്യാനിച്ച് നാം നമ്മുടെ വക ഉദാഹരണങ്ങൾ ഉണ്ടാക്കണ്ട. അള്ളാഹു തആല പറഞ്ഞു, ലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ. അള്ളാഹ്ക്ക് നിങ്ങൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംസാരിക്കുമ്പോൾ മഖ്ലൂക്കുമായി ബന്ധപ്പെട്ട ഇന്നതുപോലെ എന്ന് പറയരുത് എന്ന്. അത് നമ്മുടെ ഷഹാദത്തിനെ ബാത്തിലാക്കി കളയും. തംസീല് പാടില്ല, അതേപോലെ തശ്ബീഹും പാടില്ല, സാദൃശ്യപ്പെടുത്തൽ. അള്ളാഹുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെ അത് ഇന്നതിന് സാദൃശ്യമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. പേനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ അഖീദ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത്. പേന, കലമിന് നമ്മൾ പേന എന്ന് അർത്ഥം വെച്ചു മലയാളത്തിൽ. അതുകൊണ്ടാണ് വിശദീകരിക്കേണ്ടി വരുന്നത്. ഈ കലമും നമ്മുടെ പേനയും ഒരേപോലെയാണോ? അറബി അധ്യാപകന്മാർ സ്കൂളിൽ നിന്ന് കലമു പേനക്ക് കലമെന്നാണ് പഠിപ്പിച്ചു കൊടുക്കാറ്. പേനൻ്റെ ചിത്രത്തിന് കലമുൻ എന്നാണ് എഴുതാറ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കലം എന്താണെന്ന് നമുക്കറിയില്ല. ആദ്യമായിട്ട് അള്ളാഹു നിർമ്മിക്കുന്നത് കലമിനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് പറയാമായിരുന്നു, ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശത്തെയാണ് എന്ന്. അത് പറഞ്ഞില്ല. അങ്ങനെ ഒരു തെറ്റായ വിശ്വാസം സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഷിയാക്കളിലാണ് ആ വിശ്വാസമുള്ളത്. ഷിയാക്കളാണ് ആ വിശ്വാസത്തിൻ്റെ ആൾക്കാർ. ആദ്യമായിട്ട് അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ് എന്ന്. കൃത്യമായി പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും വാചകങ്ങൾ, വാക്യങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു സൃഷ്ടിപ്പിനെ പറ്റി അല്ലാഹു അള്ളാന്റെ റസൂലോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിൻകാലത്ത് ഏതോ സൂഫി ഷെയ്ഖുകൾ പറഞ്ഞതാണ്. ഇവിടെ വളരെ കൃത്യവും വ്യക്തവുമാണ്. അവ്വലുമാ ഖലഖല്ലാഹ്, അള്ളാഹ് സൃഷ്ടിച്ചതിൽ ആദ്യത്തെ സൃഷ്ടി അൽ കലം, പേനയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയോട് കൽപ്പിച്ചു, ഉക്തുബ്, നീ എഴുതുക. അപ്പൊ പേന അള്ളാഹുവിനോട് തിരിച്ച് ചോദിക്കുന്നു, വമാ അക്തുബ്, ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പൊ അല്ലാഹു തആല പേനയോട് പറയുന്നു, മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്തൊക്കെയാണോ ഉണ്ടാവേണ്ടത് അത് മുഴുവനും എഴുതിക്കോളാൻ. സഹിഹായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ പ്ലാൻ മുൻകൂട്ടി തയ്യാറാക്കി ഒരു രേഖയാക്കി എടുക്കുകയാണ്. ഒരു പ്ലാനാക്കി, റിക്കാർഡിക്കൽ പ്ലാനാക്കി അത് രേഖയായി സൂക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. ഇനി ബാക്കിയുള്ള മറ്റേ ഹദീസിന്റെ ബാക്കി, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് സൃഷ്ടികളുടെ മഖാദീറുകളെ, എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം, എന്തുകൊണ്ട് സൃഷ്ടിക്കണം, അതിന്റെ മെറ്റീരിയൽ എന്തായിരിക്കണം, ഇത് മുഴുവനും അല്ലാഹു തആല എഴുതി തയ്യാറാക്കി. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖബല അൻ യഖ്ലുഖ സമാവാതി, ആകാശങ്ങളെ നിർമ്മിക്കുന്നതിന്റെ, വൽ അർള്, ഭൂമിയെയും നിർമ്മിക്കുന്നതിന്റെ, ബി 50 അൽഫ സന, 50,000 വർഷങ്ങൾ മുമ്പ്. ഈ 50,000 വർഷം എന്നത് ഏതാണ് നമുക്കറിയില്ല. അള്ളാഹുവാണ് പറയുന്നത്. ഒരു മഖ്ലൂക്കാണ് പറയുന്നത്, ഭൂമിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നതെങ്കിൽ ഭൂമിയുടെ 50,000 കൊല്ലം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചന്ദ്രനിൽ താമസിക്കുന്ന ഒരാളാണ് പറയുന്നതെങ്കിൽ ചന്ദ്രന്റെ ഒരു 50,000 വർഷം. ഇവിടെ അല്ലാഹു തആലയാണ് പറയുന്നത്.
സകല പ്രപഞ്ചങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു ഏത് പ്രപഞ്ചത്തിൽ എവിടെ നടപ്പിലാക്കിയ കലണ്ടർ അനുസരിച്ചാണ് അല്ലാഹു തആല ഈ പറഞ്ഞത് നമുക്കറിയില്ല. നമ്മുടെ ഈമാൻ ഭദ്രമായിരിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പല കലണ്ടറുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൂമി, അതിൻ്റെ രാപ്പകലുകൾ വ്യത്യസ്തമാകുന്നത്, ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്നത്, അതിനെടുക്കുന്ന സമയം, നിസ്കാരത്തിനൊക്കെ സമയം നിശ്ചയിക്കുമ്പോൾ സൂര്യനുമായി ബന്ധപ്പെട്ട സമയം, നോമ്പിനും ഹജ്ജിനും ഒക്കെ സമയം നിശ്ചയിക്കുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട സമയം. സമയങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഏത് ലോകത്ത് ഏത് രീതിയിൽ സമയം സംവിധാനിക്കണമെന്ന് നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. സൂറത്തു സജദയിൽ ഒരു കലണ്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഫീ യൗമിൻ, ഒരു ദിവസം, കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ ദൈർഘ്യം, ആ ദിവസത്തിന്റെ കണക്ക്, അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. മിമ്മാ തഉദ്ദൂൻ, തഉദ്ദൂൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരോടാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയം. അദ്ദ യഉദ്ദു, അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണുക എന്നർത്ഥം. മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയമനുസരിച്ച് 1000 കൊല്ലം കഴിയാൻ എത്ര സമയമെടുക്കുമോ അത്രയും ദൈർഘ്യമുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞു അല്ലാഹു തആല സൂറത്തു സജദയിൽ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ അത്തരത്തിൽ സംവിധാനമുള്ള ലോകങ്ങൾ ഉണ്ടാകാം. അതായത് ഭൂമിയിൽ 1000 കൊല്ലം കഴിഞ്ഞാലേ അവിടെ ഒരു ദിവസമാകുകയുള്ളൂ. അവിടെ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ ഭൂമിയിൽ താമസിക്കുന്ന ആൾക്ക് 1000 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു ആണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമാണ്. ഈ ഭൗതിക പ്രപഞ്ചം തന്നെ വളരെ വിശാലമാണ്. അതിൻ്റെ ഒരു 15% എങ്ങാനാണ് ഇന്ന് വരെ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ഭൗതിക പ്രപഞ്ചത്തിന്റെ 15% മാത്രമാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. 85% ഇന്നും ആർക്കും പിടുത്തം കിട്ടാത്ത രീതിയിൽ ഭൗതിക പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ. കുല്ലുൻ, എല്ലാ ഗോളങ്ങളും, എല്ലാ ലോകങ്ങളും, ഫി ഫലക്കിൻ, അതിൻ്റെതായ ഗോളങ്ങളിൽ, യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു തആല പറഞ്ഞു. വേറൊരു കലണ്ടറിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. ഫീ യൗമിൻ, ഒരു ദിവസം. പരലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നിടത്താണ് അല്ലാഹു തആല ഇത് സംസാരിക്കുന്നത്. ഒരു ദിവസം, കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ ദൈർഘ്യം 50 അൽഫ സന, 50,000 വർഷമാണ്. നേരത്തെ 1000 വർഷമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെയും കൂടുതൽ ഭൂമിയിൽ നിന്ന് പിന്നെയും അകലുമ്പോൾ അവിടെ 50,000, ഈ ഭൂമിയിൽ 50,000 വർഷം കഴിഞ്ഞാലേ അവിടെ ഒരു ദിവസമാവുകയുള്ളൂ. ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ഒരുമിച്ചു കൂടുന്ന ആ സന്ദർഭത്തെ പറ്റിയൊക്കെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ കാലയളവ്, അറ്റമില്ലാത്ത കാലയളവുകളെ പറ്റി, ഒരു ദിവസം അവിടെ കഴിച്ചു കൂട്ടാനുള്ള അറ്റമില്ലാത്ത കാലയളവുകളെ പറ്റി, ആ സമയത്താണ് മനുഷ്യര് വിചാരണക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാൻ അമ്പിയാക്കളെ സമീപിക്കുകയും അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഹദീസ് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഖദറുകൾ എന്നാ പറഞ്ഞു വരുന്നത്. അപ്പൊ അല്ലാഹു തആല സമയകാലങ്ങളെ തർത്തീബാക്കി. സമയങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, കാലത്തിന്റെ ഉടമസ്ഥനും അല്ലാഹുവാണ്. ഇന്നമാ ലാ തസുബ്ബു ദഹ്ർ, അല്ലാഹു തആല പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസില്, ലാ തസുബ്ബു ദഹ്ർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ദുഷ്ടകാലം, പിന്നെ കഷ്ടകാലം, പിന്നെ സമയദോഷം എന്നൊക്കെ പറയരുത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ലാ തസുബ്ബു ദഹ്ർ, സമയദോഷത്തിന് ഞാൻ അങ്ങോട്ടാ പോയത്,
അല്ലെങ്കിൽ എൻ്റെ കാലക്കേട്, കാലത്തിൻ്റെ കേട്, കാലക്കേടിനാണ് ഞാൻ അങ്ങ് പോയത്. ഈ വാക്കുകളെല്ലാം ഷഹാദത്തിനെ ബാത്തിലാക്കി കളയും. ലാ തസുബ്ബു ദഹ്ർ, കാലത്തെയും സമയത്തെയും നിങ്ങൾ കുറ്റം പറയരുത്. ഇന്നമാ അന ദഹ്ർ, തീർച്ചയായും ഞാനാണ് കാലം. അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചം അഖിലാണ്ടത്തെയും നിർമ്മിക്കുന്നതിൻ്റെ ഒരു പ്രോഗ്രാം ആദ്യം തയ്യാറാക്കുകയാണ്. സൃഷ്ടിപ്പിന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് 4 മേഖലകളാണ്. ഒന്ന് ഇൽമുള്ള, ഒരു ഈച്ച നിർമ്മിക്കപ്പെടണമെങ്കിൽ, ഉദാഹരണത്തിന് ഇന്ന് മാർച്ച് മാസം 11-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്കൊരു ഈച്ചയെ നിർമ്മിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് 4 രീതികളാണ്. സംഗതി ഈച്ചയായിരിക്കാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സമയവുമായിരിക്കാം. പക്ഷെ അതിന് 4 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ആ ഈച്ചയുമായി ബന്ധപ്പെട്ട ഇൽമുള്ള, അള്ളാഹുവിന്റെ അറിവ്. ആ അറിവ് മഖ്ലൂക്കിന്റെ അറിവ് പോലെ തുടക്കവും ഒടുക്കവുമുള്ള അറിവല്ല, അബദിയായ അറിവാണ്, അസലിയായ അറിവാണ്. അത് ഇന്നടത്തുനിന്ന് തുടങ്ങി ഇന്നടത്ത് അവസാനിക്കും അള്ളാന്റെ അറിവ് എന്ന് പറയാൻ പറ്റുകയില്ല. മഖ്ലൂക്കിന്റെ അറിവ് ഒരിടത്ത് തുടങ്ങും, പിന്നെ പുരോഗതിയിലെത്തും, പിന്നെ അസ്തമനത്തിലെത്തും, ഒരിടത്ത് അവസാനിക്കും. അതാണ് മനുഷ്യന്റെ അറിവ്. അതിന് തുല്യമല്ല അള്ളാഹുവിന്റെ അറിവ്. ഇന്നലകളും നാളകളും ഇല്ലാത്തതാണ് അള്ളാഹുവിന്റെ അറിവ്. രണ്ടാമതായിട്ട് നടക്കുന്നത് കിതാബത്തുള്ള, ആ അറിവ് ഒരു റെക്കോർഡിൽ അല്ലാഹു തആല എഴുതി തയ്യാറാക്കി വെക്കുകയാണ്. ആ നേരത്തെ പറഞ്ഞത്. അപ്പോ 2026 മാർച്ച് മാസം 11-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഒരു ഈച്ച നിർമ്മിക്കപ്പെടണം എന്നത് ഈ പ്രപഞ്ചം നിർമ്മിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു അവന്റെ ആ അറിവ് ഒരു ഫലകത്തിൽ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സംവിധാനങ്ങളുടെ സംഗതി ഈച്ചയല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കാം. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിസ്സാരവൽക്കരിക്കലാണല്ലോ ഇപ്പോഴത്തെ മുസ്ലിമീങ്ങളെ ജോലി. മറ്റുള്ളവരുടെ കാര്യം വിട്, മറ്റു മതക്കാരുടെ കാര്യം വിട്. മുസ്ലിമീങ്ങളുടെ ജോലി ഇന്നത്തെ ദുനിയാവിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിസ്സാരവൽക്കരിക്കുക. ഭൂമിയിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാനിരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ തെറ്റ് തിരുത്തിയേ പറ്റൂ. എന്ത് വിഷയം വരുമ്പോഴും അള്ളാഹുവിന്റെ ഇടപെടലുകളെ നിസ്സാരവൽക്കരിക്കുകയും സൃഷ്ടികളുടെ ഇടപെടലുകളെ പർവ്വതവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് ദുനിയാവിൽ നടക്കുന്നുണ്ട്. ഇത് മുസ്ലിമീങ്ങൾക്ക് അപകടമാണ്. അങ്ങ് മൊറോക്കോ തൊട്ട് ഇങ്ങ് ഇന്തോനേഷ്യ വരെ, അങ്ങ് ഫലസ്തീൻ തൊട്ട് ഇങ്ങ് കാസർഗോഡ് വരെ ദുനിയാവിൽ നടക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ കൊച്ചാക്കുകയും മഖ്ലൂക്കിന്റെ ഇടപെടലുകളെ വളരെ ശക്തിയായി ചർച്ചയ്ക്ക് വിഷയമാക്കുകയും ചെയ്യുന്നു. ഇത് മുസ്ലിമീങ്ങളുടെ ഹിദായത്ത് നഷ്ടപ്പെട്ട് കുഫറിലോ ശിർക്കിലോ കടുകടുത്ത മറ്റവസ്ഥകളിലോ എത്തിച്ചേരാൻ കാരണമായി തീരും. ഏതാണ്ടൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് കാലഘട്ടത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംവിധാനം പോലും അള്ളാഹുവിന്റെ ഇടപെടലുകളുമായി ബന്ധിപ്പിച്ചിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അന്ന് മക്കയും മദീനയുമായിട്ടൊന്നും ഒരു ബന്ധവും, മക്കയുമായിട്ട് ഹിജാസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംവിധാനവുമായി ബന്ധിപ്പിച്ച് സംസാരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് പഴയ കാലത്തെ പേർഷ്യയും റോമും തമ്മിലുള്ള യുദ്ധം. പഴയകാലത്തെ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. പഴയകാലത്തെ റോം ക്രിസ്ത്യാനികളുടെ കേന്ദ്രം. പേർഷ്യയും റോമും, പേർഷ്യൻ ചക്രവർത്തി കിസ്റ,
റോമൻ ചക്രവർത്തി കൈസർ. നൂറ്റാണ്ടുകളോളം ഇവർ തമ്മിൽ യുദ്ധമായിരുന്നു. പേർഷ്യയും റോമും തമ്മിൽ. രണ്ട് സംസ്കാരങ്ങളാണ്. പേർഷ്യ മജൂസി സംസ്കാരമാണ്, റോം ക്രിസ്ത്യൻ സംസ്കാരമാണ്. മജൂസിയത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തികളെയും വസ്തുക്കളെയും സൃഷ്ടികളെയും ഇടയാളുകളാക്കി അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുക എന്ന വിശ്വാസം. അതാണ് മജൂസിയത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. ഖദറിനെ നിഷേധിക്കുന്നവർ ഈ സമുദായത്തിലെ മജൂസികളാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റോമിലെ ക്രിസ്ത്യാനികളാവട്ടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇടയാളാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടി മെനക്കെടുന്നവർ. രണ്ടുപേരും കുഫറിലാണ്. ഒരു രാജ്യം അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ, ശക്തികൾ, വ്യക്തികൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, മറ്റ് പ്രതിഭാസങ്ങൾ, പകല്, രാത്രി, ഇരുട്ട്, വെളിച്ചം എന്നിത്യാദി കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളാണെന്നും ആ ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് വേണം അള്ളാഹുവിൽ നിന്ന് സഹായത്തെ ചോദിക്കേണ്ടത് എന്ന സിദ്ധാന്തമാണ് മജൂസിയത്ത്. റോമിലെ ക്രിസ്ത്യാനിറ്റി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മകനായി ഉയർത്തുകയും ആ മകനിലൂടെ വേണം പിതാവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്ന വിശ്വാസം. ഇതാണ് പേർഷ്യയും റോമും. നീണ്ട കാലത്തെ യുദ്ധങ്ങൾ നടക്കുമായിരുന്നു അവർ തമ്മിൽ. ചിലപ്പോൾ പേർഷ്യ ജയിക്കും, ചിലപ്പോൾ റോം പരാജയപ്പെടും. ചിലപ്പോൾ പേർഷ്യ പരാജയപ്പെടും, റോം വിജയിക്കും. നമ്മൾ ചിന്തിക്കും, ഇതിൽ നമുക്കെന്താണ് കാര്യം? അതെ, ഇതിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടോ എന്നതാണ് നമുക്കുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ റസൂലാകുകയും ദഅവത്തിന്റെ പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. ഒരു ചെറിയ ന്യൂനപക്ഷം അത് അംഗീകരിച്ചു. അവരെയും കൂട്ടി അഷ്റഫുൽ ഖൽഖ് മദീനയിലേക്ക് ഹിജ്റ പോയി. ഈ സന്ദർഭത്തിലാണ് പേർഷ്യയും റോമും തമ്മിൽ ഘോര യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ പൂർണ്ണമായും റോം പരാജയപ്പെട്ടു. റോമിന്റെ വിശ്വാസപ്രകാരം അവർ അള്ളാഹുവിനെ മുൻപിൽ നിർത്തുകയും ഈസ നബിയെ ഇടയാളാക്കുകയും ചെയ്യുന്ന രീതിയാണ്. പേർഷ്യൻ സിദ്ധാന്തത്തനുസരിച്ച് അള്ളാഹുവിനെ അവർ പരിഗണിക്കുകയില്ല. അവരെന്തിനെയാണോ ഇടയാളാക്കുന്നത് അതിനെയാണ് അവർ പരിഗണിക്കുക. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഷിയാക്കളെ പോലെ, നമ്മുടെ നാട്ടിലെ ഷിയാക്കളെ പോലെ, നമ്മുടെ നാട്ടിലെ ഷിയാക്കൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഔലിയാക്കളെയാണ് ആദ്യം സംസാരിക്കുക. ഔലിയാക്കളിലൂടെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നേട്ടമാണ് പറയുക. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നേട്ടമല്ല സംസാരിക്കുക. ഔലിയാക്കളെ സംസാരിക്കുക, എന്നിട്ടത് അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുക. പേർഷ്യക്കാർ തികച്ചും അങ്ങനെയാണ് ചെയ്തത്. അവർ അള്ളാഹുൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മറ്റുമൊക്കെ അനുയായികളാണ് അവർ, പാരമ്പര്യ മുസ്ലിമീങ്ങൾ. പക്ഷെ അവർ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ കൂടുതൽ ജനങ്ങളെ അള്ളാഹു ഒരു കടുപ്പക്കാരനും അള്ളാഹു ഒരു പരീക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനും ആ രീതിയിൽ, ഈ രീതി അനുസരിച്ച് ഔലിയാക്കൾ ആ ശിക്ഷയെ തടുക്കുന്നവരും അള്ളാഹുവിന്റെ കോപത്തെ ശമിപ്പിക്കുന്നവരും അള്ളാഹു ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് തീർത്തു തരുന്നവരും ഔലിയാക്കൾ. ഇങ്ങനെ രണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ ഘോര യുദ്ധം നടക്കുകയും റോം പരാജയപ്പെടുകയും ചെയ്തു. ഈ യുദ്ധം രാഷ്ട്രീയമായി ഹിജാസിൽ ഭയങ്കരമായ സ്വാധീനമുണ്ടാക്കി. ഹിജാസിൽ അത് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് അബൂ താലിബിന്റെ, അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ തികച്ചും അള്ളാഹു അല്ലാത്ത ഔലിയാക്കളെ ഇടക്ക് നിർത്തിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ. അബ്ദുൽ മുത്തലിബിൽ നിന്ന് അബൂ താലിബിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വരുമ്പോൾ നേതൃത്വം, അപ്പുറത്തുള്ളവർക്ക് നേതൃത്വം അബൂ താലിബാണ്. അബൂ താലിബാണ് അന്ന് ദാറുൻ നദ്വയിലെ ഷെയ്ഖ്. ദാറുൻ നദ്വ എന്ന് പറഞ്ഞാൽ
അന്നത്തെ സുന്നി സെന്റർ നമ്മൾ പറയും പോലെ ഇന്നത്തെ ഉദാഹരണം. പിന്നീടാണ് ദാറുൽ അർക്കം ഉണ്ടാകുന്നത്. അർക്കം ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ഓഫീസായിട്ട് ഉപയോഗിച്ചത്. അതിനാണ് നമ്മൾ ആധുനികന്റെ ഭാഷയിൽ സലഫി സെന്റർ എന്ന് പരിചയപ്പെടുത്തുന്നത്. 2 സെന്ററുകൾ, അബൂ താലിബിന്റെ നേതൃത്വത്തിലുള്ള സുന്നി സെന്റർ, റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സലഫി സെന്റർ. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നറിയോ? കുറച്ചും കൂടി ഗ്രഹിക്കാൻ പുതിയ തലമുറക്ക് അതാണ് എളുപ്പം. അതുകൊണ്ട് ദാറുൽ അർക്കമിൽ ഈ യുദ്ധം വലിയ ചർച്ചയായി. ഒപ്പം ദാറുൽ നദുവയിൽ ഈ യുദ്ധം വലിയ ചർച്ചയായി. ഒപ്പം ദാറുൽ അർക്കമിലും, അതായത് അബൂ താലിബിന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കീങ്ങളും, അതായത് ജാറത്തിന്റെ ആൾക്കാരും, അഷ്റഫുൽ ഖൽക്കിന്റെ നേതൃത്വത്തിലുള്ള തൗഹീദിന്റെ ആൾക്കാരും ഈ യുദ്ധത്തെ ഭയങ്കരമായ ഒരു ചർച്ചക്കെടുത്തു. ഇവിടെ രാഷ്ട്രീയമായ അവസ്ഥകൾ എല്ലാവർക്കും ഉള്ളതാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടര് ഒരു രാജ്യത്തോടൊപ്പമായിരിക്കും, വേറൊരു കൂട്ടര് വേറൊരു രാജ്യത്തോടൊപ്പമായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പെട്രോള്, ഡീസല്, ഗ്യാസ്, ഡോളറ്, ദിർഹം, ദീനാറ് മുതലായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തെ വിഭജിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആദർശം വെച്ചുകൊണ്ടാണ് അവർ രാഷ്ട്രീയത്തെ വിഭജനം നടത്തിയത്. റോം ജയിച്ചപ്പോൾ സ്വാഭാവികമായും ദാറുൻ നദുവയുടെ ആൾക്കാർ, സുന്നി സെന്ററിന്റെ ആൾക്കാർ പേർഷ്യയുടെ ഭാഗത്തുകൂടി, പേർഷ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ, പേർഷ്യക്കാണ് ഇറാൻ എന്ന് പറയുന്നത്, പിന്നീട് വന്നു ചേർന്ന പേരാണ്. അബൂ താലിബിന്റെ നേതൃത്വത്തിലുള്ള ദാറുൻ നദുവക്കാര് പേർഷ്യന്റെ പക്ഷത്തുകൂടി. സ്വാഭാവികമായും അഷ്റഫുൽ ഖൽക്കിന്റെ സഹാബാക്കൾ റോമിന്റെ പക്ഷത്തുകൂടി. 2 പേരും അതിന് ന്യായം പറഞ്ഞത്, ഇതൊന്നും അള്ളാന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ചോ അള്ളാന്റെ കൽപ്പന അനുസരിച്ചോ അല്ല ഇതൊന്നും സംഭവിക്കുന്നത്. അതാത് കാലഘട്ടത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികളെ ഓരോരുത്തരും സ്വന്തമായി വിലയിരുത്തുന്ന രീതിയാണ് കാണുന്നത്. അതിൽ പിന്നീട് അള്ളാഹു ഇടപെടുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ ഇടപെടലുകളെ നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പേർഷ്യക്കാരുടെ ന്യായം അവർ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്, സലഫികളോട് പറഞ്ഞത്, സലഫികൾ എന്ന് ഞാൻ പറയുന്നത് പരിചയപ്പെടാൻ വേണ്ടി, അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞത് മുഹമ്മദ് അല്ലാഹ് മാത്രമേ ഉള്ളൂ, ഒപ്പം വേറെ ആരും പറ്റുകയില്ല എന്നാണ് മുഹമ്മദ് വാദിക്കുന്നത്. അത്തരത്തിൽ വാദിക്കുന്ന ഒരു കൂട്ടരാണ് റോമിലെ ക്രിസ്ത്യാനികൾ. അള്ളാഹുവാണ് എല്ലാം, യേശു അവന്റെ പ്രവാചകനാണ്. ആ രീതിയിൽ ഈസാ റസൂലുള്ള അനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളായ ക്രിസ്ത്യാനികളുള്ള കാലം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 200-300 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ സെന്റ് പോൾ ക്രിസ്ത്യാനിസം ഉണ്ടാക്കുന്നത്. ക്രിസ്തുമതം ഉണ്ടാക്കുന്നത് സെന്റ് പോളാണ്. അയാളാണ് ആദ്യമായി സമൂഹത്തെ വിളിച്ചുകൂട്ടി, നമുക്ക് നേരിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ടാൽ കാര്യങ്ങൾ നടക്കുകയില്ല, അള്ളാഹുവിൽ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയ ഒരാൾ വേണം, അതിനു വേണ്ടിയാണ് അള്ളാഹു താല അവന്റെ മകനായിട്ട് ഈസായെ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ ആരും അതറിയുന്നില്ല എന്ന ചിന്താഗതി ആദ്യമായിട്ട് സെന്റ് പോൾ AD 200-ലോ 250-ലോ സെന്റ് പോൾ ഈ വിഷയം അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. അങ്ങനെയാണ് ക്രിസ്ത്യാനിസം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് നമ്മളോട് പറയുന്നത്. അത് പോരാ, ഔലിയാക്കളുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന ചിന്താഗതിയിൽ ഷീഇയ്യത്ത് വന്നത് ഈ ആദർശം അനുസരിച്ചാണ്, സെന്റ് പോളിന്റെ ആദർശം അനുസരിച്ച്. അപ്പുറത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആൾക്കാര് ജൂതന്മാരാകുന്നത് യാക്കൂബ് നബിന്റെ 12 മക്കളെ കൂട്ടത്തിൽ ഒരാള് യഹൂദ എന്ന പേരുള്ള ആളാണ്.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നത് വരെയും ദീനുൽ ഇസ്ലാമിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം യാക്കൂബിന്റെ ബാക്കിയുള്ള മക്കളെ കൈകളിലേക്ക് വന്നു. ബാക്കിയുള്ള മക്കളുടെ കാലഘട്ടത്തിൽ അവരെ പാരമ്പര്യത്തിലും ഇസ്ലാമായിരുന്നു നിലനിന്നുകൊണ്ടിരുന്നത്. ആ പാരമ്പര്യത്തിലാണ് ഇമ്രാന്റെ കുടുംബം വരുന്നത്. അന്ന് യഹൂദയുടെ കുടുംബം, അതായത് 12 മക്കളെ കൂട്ടത്തിൽ യഹൂദ പ്രബലനാണ്. അയാളും അയാളുടെ മക്കളാകുന്ന ഗോത്രങ്ങളും അവരാണ് ഒരു പുതിയ ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. യാക്കൂബ് നബിന്റെ മക്കളായ ബനു ഇസ്രായേലി സന്തതികളിൽ യഹൂദയുടെ മക്കളും പാരമ്പര്യവുമാണ് ഒരു പുതിയ ആശയം കൊണ്ടുവരുന്നത്. അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ പ്രയാസമാണ്, നമ്മൾ അത്ര യോഗ്യരല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതിനൊരു യോഗ്യനായ ഒരാളെ നാം ഇടയാളാക്കി നിർത്തണം. അയാളെ ജാഹു കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ശഫാർശ കൊണ്ട് നമ്മുടെ കാര്യം നടക്കണം. അതിനാണ് അല്ലാഹു തആല ഉസൈർ എന്ന് പറയുന്ന മഹാനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ ഉസൈർ ചില്ലറക്കാരനല്ല, പിന്നെ മൂപ്പരെ കറാമത്താണ്. ഏറ്റവും വലിയ കറാമത്ത് അല്ലാഹു തആല അവന്റെ കാര്യങ്ങൾ നടത്തുന്നതിന്റെ മകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ മകനാണ് ഉസൈർ. അതാണ് കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്. യഹൂദ പറഞ്ഞു ഉസൈർ അള്ളാന്റെ മകനാണ് എന്ന്. ഇതൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായ ചരിത്രങ്ങളാണ്. എന്താ ചരിത്രത്തിൽ നിന്ന് കാര്യം ഉൾക്കൊള്ളാത്തത്? നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങളെ ന്യായീകരിക്കാൻ മെനക്കെടുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന സംഭവങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തി അക്കാര്യത്തിൽ അള്ളാന്റെ ഇടപെടലുകളെ എന്താണ് നാം ചർച്ച ചെയ്യാത്തത്? അപ്പൊ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ എന്തു പറഞ്ഞു? റോമിലെ ക്രിസ്ത്യാനികൾ, അബൂബക്കർ സിദ്ദീഖ് അടക്കം റോമിലെ ക്രിസ്ത്യാനികൾ വേദത്തിൽ വിശ്വസിക്കുന്നവരാണ്, ആകാശത്തിൽ നിന്ന് വരുന്ന വഹയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസവുമായിട്ടാണ് അവരുടെ വിശ്വാസത്തിന് യോജിപ്പ്. പേർഷ്യക്കാര് വഹയിൽ വിശ്വസിക്കുന്നവരല്ല, അവർ അവതാരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവതാരങ്ങളിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് ഖുറൈശികൾ പേർഷ്യയെ സപ്പോർട്ട് ചെയ്തത്. കാരണം ഖുറൈശികൾ ഏതാണ്ട് ഒരു 500 കൊല്ലമായി ഇടയാളുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ റോമിൻ വിശ്വാസം, ഇഞ്ചീലിന്റെയും ഈസനബിന്റെയും ആൾക്കാര് അള്ളാഹുവിലും ആകാശ സംവിധാനത്തിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനികൾ. ഈസാ നബിയെ വൽക്കരിച്ച് ചർച്ച മുഴുവനും യേശു ആയതുകൊണ്ടാണ്. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പരാമർശം യഹോവയാണ് അടിസ്ഥാനം. യേശു യഹോവയിലേക്ക് അടുപ്പിക്കുന്ന ഇടയാള് മാത്രമാണ്. യഹോവ അള്ളാഹുവാണ് അവരുടെ വിശ്വാസത്തിൽ, യേശു ഇടയാളും. യഹൂദ അള്ളാഹു തന്നെയാണ് പറയുക, യഹോവ എന്ന് മാറ്റി പറഞ്ഞിട്ടില്ല. ജൂതന്മാർ ഇപ്പോഴും അള്ളാഹു തന്നെയാണ് പറയുക അവരുടെ ദൈവത്തിന്. ഇടയാള് ഉസൈറും. അപ്പം വേദത്തിലും വഹയിലും ആകാശ സംവിധാനത്തിലും വിശ്വസിക്കുന്നവർ റോമക്കാര്. നമ്മളും അങ്ങനെ തന്നെ. മുഹമ്മദ് നബി അങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ സംഘടന നടന്നപ്പോൾ മുസ്ലിമീങ്ങൾ, ദാറുൽ അർക്കമിന്റെ ആൾക്കാർ, സലഫി സെന്ററുകാർ സ്വാഭാവികമായിട്ടും റോമിന്റെ ഒന്നിച്ചുകൂടി. അബൂതാലിബിന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി കൂട്ടം, സുന്നി സെന്ററുകാർ പേർഷ്യന്റെ ഒന്നിച്ചും കൂടി. ഇത് ഭയങ്കരമായ ചർച്ചകളായി, വാഗ്വാദങ്ങളായി. ഇന്ന് നടക്കുന്ന പോലെ തന്നെ ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ രാഷ്ട്രീയ ചർച്ചകളും ഭയങ്കരമായ വാഗ്വാദങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ഭയങ്കരമായ ചർച്ചകളും. ഖുറൈശികൾ പറഞ്ഞു റോമക്കാരുടെ പരാജയത്തെ സംബന്ധിച്ച് ഇതേപോലെ മുഹമ്മദും അനുയായികളും പരാജയപ്പെടാൻ പോകുകയാണ്. ഞങ്ങളാണ് സത്യത്തിൽ നിലനിൽക്കുന്നവർ. ഞങ്ങളെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ടാണ് റോം തോറ്റത്. ഇതേ ഗതിയാണ് മുഹമ്മദിനും അനുയായികൾക്കും വരാൻ പോകുന്നത്. മുസ്ലിമീങ്ങളാവട്ടെ
റോമാക്കാർ ഒരിക്കലും ഇപ്പം പരാജയപ്പെട്ടെങ്കിലും ശാശ്വതമായി പരാജയപ്പെടൂല. അവർ അള്ളാഹുവിന്റെ ആൾക്കാരാണ്. ചർച്ച കൊഴുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശ്നത്തിൽ ഇടപെട്ടു. ഇവിടെ ദീനുൽ ഇസ്ലാമോ സ്വർഗവും നരകവുമായിട്ട് ബന്ധപ്പെട്ട കേസേ അല്ല. പിന്നെ എന്തിനാണ് അള്ളാഹു ഇടപെട്ടത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂം അങ്ങനെയാണ് ഇറങ്ങുന്നത്. റൂം എന്ന് പറഞ്ഞാൽ റോമിനെ സംബന്ധിച്ച ഒരു അധ്യായം തന്നെ അല്ലാഹു തആല ഇറക്കിയ ആ പേര് അലിഫ് ലാം മീം. അല്ലാഹു തആല ഇടപെടുകയും പ്രശ്നത്തിന് ഒരു തീരുമാനമാക്കുകയും ചെയ്തു. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം. റോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഫീ അദിനൽ അർദി. ഹിജാസിന്റെ അടുത്ത രാജ്യത്ത് വെച്ച്. ശരിയാണ്, ഹിജാസിന്റെ അയൽ രാജ്യങ്ങളാണ് റോമും പേർഷ്യയൊക്കെ. ഫീ അദിനൽ അർദി വഹും. ആ പേർഷ്യക്കാർ, ആ റോമക്കാർ, മിൻ ബഅദി ഗലബിഹിം. അവരുടെ ഈ ദാരുണമായ പരാജയത്തിന് ശേഷം സയഗ്ലിബൂൻ. ഒട്ടും താമസിയാതെ അവർ ജയിച്ചു വരുന്നതാണ്. ഫീ ബിദ്ഇ സിനീൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ലില്ലാഹിൽ അംറു. ഇത് പേർഷ്യന്റെ രാഷ്ട്രീയമാകാം, റോമിന്റെ രാഷ്ട്രീയമാകാം നിങ്ങളെ ചർച്ചയിൽ. എന്ന വിഷയം അങ്ങനെയല്ല. ലില്ലാഹിൽ അംറു. കാര്യങ്ങളുടെ നിജസ്ഥിതി അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നാട്ടിൽ നടക്കുന്ന ദീനിയായ കാര്യങ്ങൾ, മുങ്കർ നക്കീറിന്റെ വിഷയം, മയ്യത്തിന്റെ വിഷയം, കഫന്തൂണിന്റെ വിഷയം, ഇത് മാത്രം അള്ളാഹു. ദുനിയാവിൽ നടക്കുന്നതെല്ലാം നമ്മൾ കുറച്ച് ആൾക്കാരും എന്നൊരു ധാരണ ഇന്ന് മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സംഘടനകൾക്കും വന്നു ചേർന്നിട്ടുണ്ട്. അത് അപകടമാണ്. അത് തിരുത്താൻ ആരോട് പറയാൻ, ആര് തിരുത്താൻ? ഇവിടെ പ്രസ്ഥാനങ്ങളും അനുയായികളും രാഷ്ട്രീയ സ്റ്റണ്ടുകളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇസ്ലാമോ ദീനോ അല്ലാഹു റസൂലോ അല്ല. ഇവിടെ അല്ലാഹു തആല ഖുർആൻ ശരീഫിന്റെ ആയത്തിൽ ഇല്ലാഹിൽ അംറു മിൻ ഖബിലു വ മിൻ ബഅദു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവും ഇനി നടക്കാനിരിക്കുന്ന വിഷയവും അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. എന്നിട്ട് അല്ലാഹു തആല ഒരു പ്രവചനം നടത്തിയതില് വഹും. ആ റോമക്കാർ മിൻ ബഅദി ഗലബിഹിം. അവരുടെ ഈ ദാരുണമായ ദയനീയമായ പരാജയത്തിന് ശേഷം സയഗ്ലിബൂൻ. ഒട്ടും താമസിയാതെ തിരിച്ചു വരുന്നതാണ്, തിരിച്ച് ജയിച്ചു വരുന്നതാണ്. ഈ വിഷയം ചർച്ചയായി. പേർഷ്യക്കാർക്കിടയിലും അല്ല ഖുറൈശികൾക്കിടയിലും. അതായത് ആ കാലഘട്ടത്തിലെ സുന്നികൾ, ആ കാലഘട്ടത്തിലെ ഖുറാഫികൾ, പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ഇപ്പുറത്ത് മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ, നമ്മുടെ ഇന്ന് പറഞ്ഞ സലഫികൾ. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഈ ആയത്ത് ഭയങ്കരമായ ചർച്ചയായി. സൂറത്തുർ റൂമിൽ അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്ന ആയത്ത്. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ഖുറൈശി വിഭാഗത്തിലെ നേതാക്കന്മാര് കണ്ടുമുട്ടി. അവര് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, എന്താ നിനക്ക് പറയാനുള്ളത്? നിന്റെ മുഹമ്മദിന്റെ പാർട്ടിയാണ് തോറ്റിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കിത് നിർത്തിയിട്ട് ഞങ്ങളൊക്കെ കൂടാൻ സമയമായിട്ടില്ലേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു പറഞ്ഞു, ഇപ്പോൾ സംഭവിച്ചത് ശരിയാണെങ്കിലും ഒട്ടും താമസിയാതെ ഒരു 10 കൊല്ലത്തിനുള്ളിൽ അവര് തിരിച്ചു വരും. 5 കൊല്ലത്തിനുള്ളിൽ അവര് തിരിച്ചു വരും. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ വാദപ്രയോഗം നടത്തി. അപ്പൊ ഖുറൈശി പ്രമാണി ഉമയ്യത്ത് ചോദിച്ചു, അബൂബക്കർ പന്തയത്തിന് തയ്യാറുണ്ടോ? അബൂബക്കർ പന്തയത്തിന് തയ്യാറുണ്ടോ? ഒരിക്കലും റോം തിരിച്ചു വരികയില്ല. നിന്റെ അള്ളാന്റെ പാർട്ടി തിരിച്ചു വരികയില്ല. ഞങ്ങളാണ് ജയിക്കുക, ഔലിയാക്കളെ പാർട്ടിയാണ് ജയിക്കുക. പന്തയത്തിനുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഞാൻ പന്തയത്തിനുണ്ട്. 5 കൊല്ലത്തിനുള്ളിൽ പേർഷ്യ ജയിച്ചു വരികയാണെങ്കിൽ 10 ഒട്ടകത്തെ നിങ്ങൾ എനിക്ക് തരണം. അഥവാ 5 കൊല്ലത്തിനിടയിൽ പേർഷ്യ റോം ജയിക്കാതെ ഈ പരാജയത്തിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10 ഒട്ടകം തരാം. പന്തയം, അന്ന് പന്തയം ഹറാമായിരുന്നില്ല ശരീഅത്തില്, ദീൻ തുടങ്ങുന്നില്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെ പിരിഞ്ഞു ആ സദസ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ ഹദ്റത്തിലെത്തി.
നടന്ന സംഭവങ്ങൾ മുഴുവനും അഷ്റഫുൽ ഖൽക്കിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനൊരു പന്തയത്തിൽ ഏർപ്പെട്ടത്? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ആയത്ത് എനിക്ക് ഓതിത്തന്നു, വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന. ആ ധൈര്യത്തിലാണ് ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടത്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അബൂബക്കർ ഒരു കാര്യം ചെയ്യണം, അവരുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് ഈ പന്തയത്തിന്റെ വ്യവസ്ഥ ഒന്ന് മാറ്റാൻ പറയണം. അള്ളാഹുവിന്റെ റസൂലെ അവർ സമ്മതിക്കുമോ? ഞാൻ പരാജയപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കും. അതിന് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ സമയം 5 വർഷം എന്നത് 10 വർഷമാക്കിയിട്ട് പറയണം, 10 ഒട്ടകം എന്നത് 100 ഒട്ടകമാക്കാൻ പറയണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. വലിയ പ്രശ്നമുണ്ടല്ലോ, പൈസയാണല്ലോ എല്ലാവർക്കും വിഷയം. അന്നും തന്നെ ഇന്നും തന്നെ ഓടി. ഉമയ്യത്തടക്കമുള്ള നേതാക്കന്മാരിയ്ക്കുന്ന സുന്നി സെന്ററിൽ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ പന്തയത്തിന്റെ വ്യവസ്ഥക്കൊരു മാറ്റം വേണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവർ കൈവിട്ട് ചിരിക്കാൻ തുടങ്ങി. പണ്ട് അബൂ താലിബ് ആ വാദി ശുഅബ് അബീ താലിബ് എന്ന താഴ്വരയിൽ നിന്ന് 3 വർഷം കഴിഞ്ഞ് ഖുറൈശികളെ കാണാൻ വേണ്ടിയിട്ട് അബൂ താലിബ് വരുന്നൊരു രംഗമുണ്ട്. അപ്പൊ അബൂ താലിബ് പരാജയപ്പെട്ട് മുഹമ്മദിനെ കൊല്ലാൻ വിട്ടുതരാം, ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയാൻ വരുന്നു എന്നാണ് അവർ കരുതിയത്. അങ്ങനെ അവരെ കൂട്ട് ചിരിയായിരുന്നു. ദാറുൻ നദ്വായിൽ വെച്ച്, സുന്നി സെന്ററിൽ വെച്ച് സലഫികൾ മുട്ടുമടക്കാൻ വരികയാണ് എന്ന ആധുനികന്റെ ഭാഷ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ പറഞ്ഞ പന്തയത്തിലെ 5 വർഷം 10 വർഷമാക്കി മാറ്റണം. അപ്പം തന്നെ അവര് ഇങ്ങനെ ഒരു കാര്യം ചെയ്തോളി, 10 ഒട്ടകം എന്നത് 100 ഒട്ടകമായിക്കും. 10 കൊല്ലത്തിനുള്ളിൽ പേർഷ്യ തിരിച്ചു വന്നിട്ടില്ല, റോം തിരിച്ചു വരുന്നില്ല എങ്കിൽ 100 ഒട്ടകം ഞാൻ നിങ്ങൾക്ക് തരും. അഥവാ തിരിച്ചു വന്നാൽ നിങ്ങൾ എനിക്ക് 100 ഒട്ടകം തരണം. തീരുമാനമായി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞ കാര്യം എന്താണ്? എന്തിനാണ് 5 10 ആക്കിയത്? പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പൊ റോമൻ പേർഷ്യൻ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് വിഷയമെങ്കിലും പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ കാര്യം പറയുന്നത്. അള്ളാഹുവിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് ഇവിടെ ബിൽഇ സിനീൻ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ബില എന്ന് പറഞ്ഞാൽ ചില്ലാൻ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. 5 ചില്ലാൻ, 10 ചില്ലാൻ, 100 ചില്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അതിനാണ് ഈ ബില ഉപയോഗിക്കുക. അറബിയിൽ ബില അൽ ബിലഉ മിന സലാസതി ഇലൽ അശ്ർ ഇല 3 മുതൽ 9 വരെയുള്ള സംഖ്യക്കാണ് ബില എന്ന് അറബി പറയുക. 3 മുതൽ 9 വരെ. അബൂബക്കർ സിദ്ദീഖ് പന്തയത്തിന് 5 കൊല്ലമാണ് പറഞ്ഞത്. ഇവിടെ അല്ലാഹ് പറഞ്ഞത് ഫീ ബിൽഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ. ഇത്ര കൊല്ലം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ബിൽഇ എന്ന് അല്ലാഹ് ഉപയോഗിച്ചപ്പോൾ അറബി ശാസ്ത്രം അനുസരിച്ച് അത് 9 കൊല്ലം വരെ നീണ്ടുപോകാം. അല്ലാഹു ആണ് പറയുന്നത്. അതുകൊണ്ട് 10 കൊല്ലം എന്ന് പറഞ്ഞ ഒരു കാരണവശാലും 10 കൊല്ലത്തിന്റെ അപ്പുറത്ത് പോകില്ല അബൂബക്കർ. അല്ലാഹു ആണ് പറയുന്നത്. ആ ധൈര്യത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി സംസാരിച്ചത്. ഇതാണ് ഈ വിഷയത്തിൽ മുഅ്മിനീങ്ങൾ ചിന്തിക്കുന്ന വിഷയം. പിന്നെ സംഭവിച്ചത് എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെത്തി. അഷ്റഫുൽ ഖൽഖ് മദീനയിലുള്ള സന്ദർഭത്തിലാണ് വീണ്ടും റോമും പേർഷ്യയും, അന്ന് റോമൻ ചക്രവർത്തി ഒളിച്ചോടി അസർബൈജാനിൽ അഭയം തേടി. വർഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ അസർബൈജാനിൽ നിന്ന് ചക്രവർത്തി റോമിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നു. ആ യുദ്ധത്തിൽ പൂർണ്ണമായും പേർഷ്യക്കാർ പരാജയപ്പെടുകയും റോം തിരിച്ചു വരികയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു തആല സൂറത്ത് റൂമിൽ പറയുന്നുണ്ട്, യൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അന്നത്തെ ദിവസം മുഅ്മിനീങ്ങൾ വളരെ സന്തോഷവാന്മാരാവുകയും ചെയ്യും എന്ന്. എന്താണ് ആ സംഭവം? ആ സമയത്താണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഖുറാഫികളും
റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സലഫികളും തമ്മിൽ ബദറിൽ ഏറ്റുമുട്ടുന്നത്. ആ ബദർ യുദ്ധത്തിൽ മോമിനീങ്ങൾക്ക് പൂർണ്ണ വിജയമായിരിക്കും എന്നാണ് ആ ആയത്തിന്റെ സൂചന. യൗമൈദിൻ, അന്ന് അവിടെ നടക്കുമ്പോൾ, അതല്ല ഇവിടെ വിഷയം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പേർഷ്യയും റോമും തമ്മിലുള്ള യുദ്ധമല്ല നമുക്കിവിടെ ചർച്ച. നമുക്ക് ചർച്ച അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ ഇവിടെ മോമിനീങ്ങൾക്ക് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ പേർഷ്യയും റോമും മോമിനീങ്ങളുമായിട്ട് ബന്ധമില്ല. ആ സംഭവത്തെ അല്ലാഹു തആല ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. യൗമഇദിൻ, അന്നത്തെ ദിവസം പേർഷ്യയും റോമും തമ്മിൽ വീണ്ടും യുദ്ധം നടക്കുകയും അതിൽ റോം വിജയിച്ചു വരികയും ചെയ്യുന്ന ദിവസം. അതിൽ നമുക്ക് കാര്യമില്ല. നമുക്ക് കാര്യം യൗമഇദിൻ, അന്നത്തെ ദിവസം യഫ്റഹുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വളരെ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും. അതെ, അവിടെ അവരും തമ്മിൽ യുദ്ധം നടക്കുകയും റോം തിരിച്ചു വരികയും ചെയ്യുന്ന പ്രതിഭാസങ്ങൾ നടക്കുമ്പോഴാണ് ഇവിടെ ബദർ നടക്കുന്നതും ഖുറൈശികൾ ചത്തൊടുങ്ങുന്നതും അഷ്റഫുൽ ഖൽക്കിന്റെ നേതൃത്വത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് 100% വിജയം കരസ്ഥമാകുന്നതും അവർ സന്തോഷത്തോടുകൂടി മദീനയിലേക്ക് തിരിച്ചു വരുന്നതും. അതാണ് യൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഓരോ വിഷയങ്ങളും അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ഇടപെടലുകളുമായിട്ട് ബന്ധിപ്പിക്കണം. അത് മുഅ്മിനീങ്ങളെ രീതിയാണ്, തൗഹീദിന്റെ ഭാഗമാണ്, ഷഹാദത്തിന്റെ ഭാഗമാണ്. അഥവാ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ അള്ളാനെ മാറ്റി നിർത്തിക്കൊണ്ട് അസ്ബാബുകളെ വെച്ചിട്ടാണ് നാം ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഷഹാദത്തിനെ ബാധിക്കും. ഒന്നിക്കിൽ ഷഹാദ സസ്പെൻഡ് ആകും, അല്ലെങ്കിൽ ഷഹാദ ഡിസ്മിസ് ആകും. അതോടുകൂടി നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടും, ദീൻ നഷ്ടപ്പെടും. ഇത് ഭയങ്കരമായ പരാജയത്തിന് കാരണമായി തീരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബ, ഒരു സമൂഹത്തിൽ അല്ലാഹു തആല ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചാൽ, ബിഖൗമിൻ, അത് ഏത് ഖൗമായാലും ശരി, മുശ്രിക്കോ കാഫിറോ ആരായാലും ശരി, ഒരു ഖൗമിനെ അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അസ്വാബൽ അദാബു, ആ ശിക്ഷ ബാധകമാകും മൻ കാന ഫീഹിം, ആ സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആ ശിക്ഷ ബാധകമായിരിക്കും. സുമ്മ ബുഇസു അലാ അഅമാലിഹിം, ആ ശിക്ഷ വരുന്ന സമയത്ത് അവിടെ മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തി അവരെ രക്ഷപ്പെടുത്താന്നുള്ള രീതി ഉണ്ടാവില്ല. ആരിൽ ശിക്ഷ ഇറങ്ങിയാലും എന്ത് പ്രശ്നം ലോകത്തുണ്ടായാലും അവിടെയുള്ളവർക്ക് മുഴുവനും അത് ബാധകമായിരിക്കും. സുമ്മ ബുഇസു അലാ അഅമാലിഹിം, ആ യുദ്ധം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രളയം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വരൾച്ച കഴിഞ്ഞാൽ, അത് നശിക്കേണ്ടതിനെയൊക്കെ ഞാൻ നശിപ്പിക്കും. എന്നിട്ട് ഈമാന്റെ അഹ്ലുകാരെ ഞാൻ പുനരധിവസിപ്പിക്കും. സുമ്മ ബുഇസു, പിന്നീട് നാം ഉദ്ധരിപ്പിക്കപ്പെടും. സുമ്മ ബുഇസു അലാ അഅമാലിഹിം, അവരുടെ ഈമാനിനെയും അഅമാലിനെയും പരിഗണിച്ചുകൊണ്ട്. അതിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ബഹളത്തിൽ മരിച്ചവരാണെങ്കിൽ അവർക്ക് ഞാൻ ആഖിറത്തിൽ ഒരു ഉദാഹരണം നൽകും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്ക് ശേഷം അവരെ ഞാൻ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും. ഇത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറാണ്. എല്ലാ കാലഘട്ടത്തിലും അതാണ് നടന്നതും ഇന്നും നടക്കേണ്ടതും നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ ഇത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഖദർ, അവന്റെ ഇൽമും അവന്റെ കിതാബത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. 50,000 കൊല്ലം മുമ്പ് ഈ മാർച്ച് മാസത്തിൽ നടക്കുന്ന വിഷയങ്ങളെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് പറയുന്നു. ഇവിടെ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന് ഇൽമും, ഒന്ന് കിതാബത്തും, ഒന്ന് അള്ളാന്റെ അറിവ് ആ വിഷയത്തിൽ. 2026 മാർച്ചിൽ എന്ത് നടക്കണം എന്ന അള്ളാഹുവിന്റെ ഇൽമ്, ആ ഇൽമ് രേഖയാക്കി വെക്കുക, ഒരു റെക്കോർഡ് രേഖപ്പെടുത്തുക. ഇതാണ് രണ്ടാമത്തെ കാര്യം നടക്കുന്നത്. മൂന്നാമതായിട്ട് നടക്കുന്നത് മശീഅത്തുല്ലാഹ്. പ്രപഞ്ചം നിർമ്മിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എഴുതി തയ്യാറാക്കി വെച്ചൊരു വിഷയം കോടിക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടാണ് 2026 മാർച്ച് വരുന്നത്. ഈ 2026 മാർച്ചിൽ നടക്കുന്ന സംഭവത്തിന് ഈ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവത്തിന് ബന്ധമുണ്ടോ? ഉണ്ട്. അതിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആ സമയം വരുമ്പോൾ അന്ന് എഴുതി വെച്ചത് നടപ്പിലാക്കാൻ ലാ തൗഖുദുഹു സിനത്തുൻ, അല്ലാഹു തആലക്ക്
മയക്കം, വലാ നൗം, മയങ്ങിപ്പോകുകയോ ഉറങ്ങിപ്പോകുകയോ ഇല്ല. സൂറത്തുൽ ആയത്തുൽ കുർസിയിൽ ലാ തഖുദുഹു സിനത്തുൻ, സിനത്ത് എന്ന് പറഞ്ഞാൽ മയക്കം, വലാ നൗം ഉറക്കം. ഇത് രണ്ടും അല്ലാഹു തആലക്ക് സംഭവിക്കുകയില്ല. കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി ഓർമ്മയുള്ളവനാണ് അല്ലാഹ്. ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനുമായിട്ട് സംസാരിച്ച വിഷയത്തിൽ പറഞ്ഞില്ലേ, ലാ യദില്ലു വലാ യൻസാ, ലാ യദില്ലു, ആ പ്രോഗ്രാം അല്ലാഹ്ക്ക് തെറ്റിപ്പോവുകയില്ല, വലാ യൻസാ, മറന്നുപോവുകയും ഇല്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അല്ലാഹു വളരെ ജാഗ്രതയിലാണ്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, പിന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്, കളവാക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അള്ളാഹുവിനത് സംഭവിക്കില്ല, കൃത്യമായി ഇത് നടന്നിരിക്കും. അവന്റെ മശീഅത്ത്, ഇടപെടൽ, അന്ന് തീരുമാനിച്ചതിനെ ഇന്ന് ഇടപെടുന്നതിനാണ് മശീഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വർത്താനം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്നാ പറയുക, ഇൻ അറാദ അല്ലാഹ് എന്ന് പറയില്ല. അള്ളാഹുവിന്റെ ഇറാദ, അതാണ് അന്ന് നടന്നത് പ്രോഗ്രാം. ഇപ്പൊ നടക്കുന്നത് മശീഅത്താണ്, ആ പ്രോഗ്രാം അനുസരിച്ചുള്ള ഇടപെടൽ. അപ്പം ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ഇന്ന അറാദ അല്ലാഹ് എന്ന് പറയാറില്ല. അള്ളാഹ് പ്രോഗ്രാം ചെയ്താൽ എന്ന് പറയാൻ നമ്മളോട് കൽപ്പനയില്ല. കാരണം അള്ളാഹിന്റെ പ്രോഗ്രാം മഖ്ലൂക്കിനെ അറിയിച്ചിട്ടില്ല അള്ളാഹ്. പിന്നെന്താ നമ്മൾ പറയാ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു പ്രോഗ്രാം ചെയ്ത വിഷയം, ആ വിഷയം നടപ്പിലാക്കാൻ അള്ളാഹ് ഇടപെടുകയാണെങ്കിൽ ഈ കാര്യം നടക്കും എന്നാണ് ഇൻഷാ അല്ലാഹ്ന്റെ മാന. വളരെ കൃത്യമായി തിരിച്ചറിയണം. മൂന്നാമതായിട്ട് നടക്കുന്നത് ഖൽഖുല്ലാഹ്, നാലാമതായിട്ട് നടക്കുന്നത്. ഒന്നാമത്തത് ഇൽമുല്ലാഹ്, രണ്ടാമത്തത് കിതാബത്തുല്ലാഹ്, മൂന്നാമത്തത് മശീഅത്തുല്ലാഹ്, നാലാമത്തത് ഖൽഖുല്ലാഹ്, നിർമ്മാണം. അല്ലാഹു തആല ഇടപെടുന്നു, എന്നിട്ട് മോദിശേഖങ്ങളെ ഏൽപ്പിക്കുന്നു, ഇല്ല. അള്ളാഹ് ഇടപെടുന്നു, എന്നിട്ട് ഈസാ നബിയെ ഏൽപ്പിക്കുന്നു, ഇല്ല. അള്ളാഹ് ഇടപെടുന്നു, എന്നിട്ട് ഉസൈറിനെ ഏൽപ്പിക്കുന്നു, ഇല്ല. അത് സംഭവിക്കുന്ന പ്രശ്നമില്ല. കാരണം നിർമ്മാണവും അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അലാ ലില്ലാഹിൽ ഖൽഖു വൽ അംർ, അള്ളാഹ്ക്കുള്ളതാണ് നിർമ്മാണവും നിർമ്മാണത്തെ കൈകാര്യം ചെയ്യലും. ഖുർആൻ. അതുകൊണ്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേറെ ഒന്നിനെ പറ്റിയും ചർച്ച ചെയ്യുന്ന വിഷയമേ ഇല്ല. ജൂതന്മാരുടെ ഉസൈറിനെയും ക്രിസ്ത്യാനികളുടെ യേശുവിനെയും ഷിയാക്കളുടെ വലിയകളെയും നാം തള്ളുന്നു, അവരുടെ ഈ വിശ്വാസത്തെ തള്ളുന്നു. കാരണം അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. പറഞ്ഞു വന്നത്, ഈ അടുത്ത നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, അന്ന് തീരുമാനിച്ചു വെച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളിലെ ഓരോ കൊല്ലത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതാത് നിർവഹണത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേർതിരിച്ചു കൊടുക്കുന്നത് ഒരു രാത്രിയിലാണ്. ആ രാത്രിക്കാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്ർ നടക്കുന്ന സംഭവം സൂറത്ത് ദുഖാനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫീഹാ, ആ രാത്രിയിലാണ് യുഫ്റഖു കുല്ലു അംരിൻ, എല്ലാ കാര്യങ്ങളുടെയും വേർതിരിവ് ആ രാത്രിയിലാണ് നടക്കുന്നത്. ഏത് കാര്യം? ഹക്കീം. നീ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹ് തീരുമാനിച്ചുറപ്പിച്ച് എഴുതി തയ്യാറാക്കി വെച്ച ആ വിഷയങ്ങൾ ഒരു കൊല്ലത്തേക്ക് ആവശ്യമുള്ളത് തീരുമാനമാകുന്നത് ഇന്നത്തെ രാത്രിയാണ്. ഇതിനാണ് ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. ഫിയാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ, നമ്മുടെ കാര്യങ്ങൾ അന്നത്തെ ദിവസം വേർതിരിക്കുന്നു. ഈ ഒരു വർഷം ആരൊക്കെ മരിക്കണം എന്നത് നേരത്തെ അള്ളാഹു എഴുതി തയ്യാറാക്കി വെച്ചതിൽ പെട്ടതാണ്. അത് ആരെയും അറിയിച്ചിട്ടില്ല. ആ എഴുതി വെച്ച ലിസ്റ്റിൽ നിന്ന് അടുത്ത റമദാൻ വരുന്നത് വരെ ആരൊക്കെ മരിക്കണം എന്നത് റിക്കാർഡാക്കി മലക്കുൽ മൗത്തിനെയും അനുയായികളെയും ഏൽപ്പിക്കുന്നത് ഈ രാത്രിയിലാണ്. ശരിക്കും ശ്രദ്ധിച്ചോളാം അതിനെ പറ്റി. അടുത്ത കൊല്ലം എത്ര മില്ലിമീറ്റർ മഴ പെയ്യണം,
അത് കൃത്യമായി മീകായിലിന് എഴുതി തയ്യാറാക്കിയ രേഖ കൈമാറുന്നത് ഈ രാത്രിയിലാണ്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്. അടുത്ത കൊല്ലത്തെ സാമ്പത്തിക ഭദ്രത, അടുത്ത കൊല്ലത്തെ ദാരിദ്ര്യം, അടുത്ത കൊല്ലത്തെ കൃഷിയിലെ വിളവുകൾ, അടുത്ത കൊല്ലത്തെ ഭൂമിന്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിന്റെ ഒക്കെ ഖദ്ർ തയ്യാറാക്കി അതിനെ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വിഹിതിച്ചു കൊടുക്കുന്നത് ഈ രാത്രിയിലാണ്. ആ രാത്രിയെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം ഇറക്കി ഖുർആനിനെ ഫീ ലൈലത്തുൽ ഖദ്ർ, ഈ ഖദ്റിന്റെ രാത്രിയിലാണ് ഖുർആൻ ഇറക്കാൻ നാം സമയം തിരഞ്ഞെടുത്തത്. ഖുർആനിനെ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കൊടുക്കാനുള്ള സമയം തിരഞ്ഞെടുത്തത് ഈ ഖദ്റിന്റെ രാത്രിയിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ഈ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് തങ്ങൾക്ക് എന്താ അറിയാം? റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, വമാ അദ്റാക, നിങ്ങൾക്ക് എന്തറിയാം? മാ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്രി, എന്നിട്ട് അല്ലാഹു തന്നെ മറുപടി പറയുന്നു ചോദിച്ചിട്ട്, ലൈലത്തുൽ ഖദ്രി, ഈ ഖദ്റിന്റെ രാത്രി എന്ന് പറഞ്ഞത് ഖൈറും മിൻ അൽഫി ഷഹർ, 84 വർഷത്തേക്കാൾ ഖൈറാണ്. 1000 മാസത്തിന് 84 കൊല്ലം വരും, 83 കൊല്ലം ചില്ലറ മാസവും വരും 1000 മാസത്തിന്. അതിനേക്കാൾ എന്ന് പറയുമ്പോൾ അത് നിശ്ചയിപ്പിക്കാൻ, കൃത്യമാക്കാൻ നമുക്ക് പറ്റൂല. അതിനേക്കാൾ എത്രയോ കൂടാ, ഒരു മിനിമമാണ് 1000 മാസം, എത്രയോ ആയിരക്കണക്കിന് മാസങ്ങളാവാം. അതാണ് മിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിൻ അൽഫി ഷഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രാത്രിയെ പറ്റി, ഈ ഖദ്റിന്റെ രാത്രിയെ പറ്റി അല്ലാഹു തആല അതിന്റെ പോരിശ പറഞ്ഞത്. 83 കൊല്ലം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങളുടെ ആകത്തുക ഈ ഒരു രാത്രിയിൽ മുഅ്മിനീങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. എന്തെന്നായിരുന്നാലും അള്ളാഹുവിന്റെ അമ്രുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, വെറും നിസ്കാരവും നോമ്പും മാത്രമായിട്ട് ബന്ധിപ്പിക്കേണ്ട, വെറും നിസ്കാരവും നോമ്പും മാത്രമായിട്ട് ബന്ധിപ്പിക്കേണ്ട, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയവും ഈ ഖദ്റിന്റെ രാത്രിയുമായിട്ടാണ് അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പ്രത്യേകത പറഞ്ഞു, തനസ്സലുൽ മലായിക, ആ രാത്രിയിൽ അല്ലാഹു മലക്കുകളെ ഇറക്കുന്നതാണ്. വറൂഹു, ജിബ്രീൽ എന്ന മലക്കും അന്നത്തെ രാത്രി ഇറങ്ങുന്നതാണ്. ഫീഹ, ഈ ഖദ്റിന്റെ രാത്രിയിൽ. സലാം, എല്ലാവർക്കും രക്ഷയുടെ വാചകങ്ങളുമായിട്ടാണ് ആ മലക്കുകൾ വരുന്നത്, സമാധാനത്തിന്റെ വാചകങ്ങളുമായിട്ടാണ് വരുന്നത്. മലക്കുകളെ കൊണ്ട് നിബിഡമാണ് ഭൂമി. തങ്ങൾ പറഞ്ഞൊരു വാക്ക് ചേർത്ത് വായിക്കാം, ലൈലത്തുൽ ഖദ്ർ സംഭവിച്ച രാത്രിയുടെ പിറ്റേത്തെ രാവിലെ സൂര്യൻ ഉദിക്കുക, ലാ ശുആഅ ലഹാ, സൂര്യന് കിരണങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഈ കോടിക്കണക്കിന് വരുന്ന പ്രകാശ നിർമ്മിതമായ മലക്കുകളുടെ ആകാശത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ പ്രവാഹത്തിൽ സൂര്യന്റെ രശ്മി പുറത്തു വരൂല എന്ന് റസൂൽ പറഞ്ഞത്. ഗൗരവമുള്ള വിഷയം. മുഅ്മിനീങ്ങൾക്ക്, വളരെ ചെറിയ ന്യൂനപക്ഷം വരുന്ന മുഅ്മിനീങ്ങൾക്ക്, ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഇതിൽ കാര്യമില്ല. ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം വെളുക്കുന്നത് വരെ, ഫജ്ർ ആകുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ല, ഫജ്ർ വിളിക്കുന്നത് വരെ, ഫജ്ർ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ല, ഫജ്ർ ഉദിക്കുന്നത് വരെ, എന്നുവെച്ചാൽ സുബ്ഹി ആകുന്നത് വരെ. സുബ്ഹി തീരല് സൂര്യൻ ഉദിക്കലോടുകൂടിയാണ്, സുബ്ഹി തുടങ്ങല് ഫജ്ർ ഉദിക്കലോടുകൂടിയാണ്. ഫജ്ർ ഉദിക്കുക, സൂര്യൻ ഉദിക്കുക, രണ്ടും രണ്ടാണ്. ഈ ഫജ്ർ ഉദിക്കുന്നത് വരെയാണ് അതിന്റെ സമയം. ഇതാണ് അല്ലാഹു തആല ഈ വിഷയവുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിച്ചത്. ഇനി അഷ്റഫുൽ ഖൽഖിലേക്ക് തിരിച്ചു പോവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരത്തിൽ ഒരു രാത്രിയെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ആ രാത്രിയിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തഹറൗ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ,
റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 പ്രതീക്ഷിക്കണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ ലൈലത്തുൽ ഖദർ റമദാനിലാണെന്ന് ഖുർആന്റെ വ്യക്തം, റമദാനിലെ അവസാനത്തെ 10 എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ വാക്കിൽ വ്യക്തം. ഇവിടെ പിന്നെ ഒറ്റയും ഇരട്ടയും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം പൊതുവിൽ വരുന്നില്ല. പിന്നെ ഒറ്റയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ 2ാമത്തെ സ്ഥാനത്തേക്കാണ് വരുന്നത്. മൊത്തത്തിൽ റസൂലുള്ളാഹി അവസാനത്തെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയിട്ട രാത്രി, അപ്പൊ ഒറ്റ എവിടെയാണ് ഇരട്ട എവിടെയാണെന്നൊക്കെ ചർച്ചയിൽ വരും. അവസാനത്തെ 10 മുഴുവനുമാകുമ്പോൾ സൗദി അറേബ്യയിലായാലും ശരി, കേരളത്തിലായാലും ശരി, ഒമാനിലായാലും ശരി, ഏതെങ്കിലും എല്ലാവർക്കും കിട്ടും. അവസാനത്തെ 10 ഫുള്ള്. നമ്മൾ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും അതിനാണ്. നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഷാർപ്പ് ടൈമിൽ തട്ടിയെടുത്തിട്ട് പോകാന്നുള്ള വിചാരം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. നമ്മൾ തീരുമാനിക്കുക ഒരു 27-ാം രാവ് നമ്മൾ തീരുമാനിക്കുക, എന്നിട്ട് 27-ാം രാവിലെ കുറച്ച് സമയം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ജാസിൻ ലോധി ഇലാദ്രത്തി ബദരീങ്ങൾ ഇലാദ്രത്തി കുതിയങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു പാൽപ്പാസായാലും കുടിച്ചിട്ട് പിരിച്ചുവിടാൻ എല്ലാം കിട്ടി. ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? യജ്തഹിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പെടാപ്പാടുപെടുമായിരുന്നു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാൻ അവസാനത്തെ 10 ഫീമാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, അതല്ലാത്ത ഒരു ദിവസത്തിലും അഷ്റഫുൽ ഖൽഖ് ഇത്രമാത്രം പാടുപെടുമായിരുന്നില്ല, അത്ര കഷ്ടപ്പെടുമായിരുന്നു അവസാനത്തെ 10, റമളാൻ അവസാനത്തെ 10 രാത്രികളിൽ, അല്ലേ? അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇഅ്തികാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു പള്ളിയിൽ. എന്താണ് ഇഅ്തികാഫ്? മുഴു സമയം 10 ദിവസം മുഴുവനും അള്ളാഹുവിന്റെ പള്ളിയിൽ താമസിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങാം. ആ ആവശ്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സമയത്തെ നിയത്ത് ചെയ്യേണ്ടതാണ്, അല്ലേ? വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ഇദാ കാനൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാൻ മാസം അവസാനത്തെ 10 ആയാൽ ശദ്ദൽ മിഅ്സറ അഹിയൽ ലൈല, രാത്രിയെ റസൂലുള്ളാഹി തങ്ങൾ ഹയാത്താക്കുമായിരുന്നു. രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റമളാൻ മാസത്തെ അവസാനത്തെ 10 രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇശാ നിസ്കരിക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, 11 റക്അത്ത് ജാർഖണ്ഡിലെ ഇമാമിന്റെ പിറകിൽ അരമണിക്കൂർ കൊണ്ട് നിസ്കരിച്ച് തീർക്കുക, എന്നിട്ട് വീട്ടിൽ പോയിട്ട് TV തുറന്നിട്ട് സുബി വരെയും TV കണ്ടിരിക്കുക. ഹയാത്തായില്ലേ? ഉറക്കൊയ്യുന്നതിനാണ് ഹയാത്ത് എന്ന് പറയുന്നത്. അയ്യൽ ലൈല എന്ന് പറഞ്ഞാൽ റൂഹിടുന്നതിന്റെ പേരല്ലല്ലോ. രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ നേരം വെളുപ്പിക്കുക. നേരം വെളുത്ത് കിട്ടിയാൽ പോരെ എങ്ങനെയെങ്കിലും. ഇപ്പോഴത്തെ പരിപാടി എന്താ? കാസർഗോഡ് അടക്കം എല്ലാ സ്ഥലത്തും ഈ ഹോട്ടലുകൾ, റെഡിമെയ്ഡ് ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട്. എന്താ പറയാ, എന്താ പേരുന്ന? പാസ്പോർട്ട് ഫാസ്റ്റ് ഫുഡ് എന്നല്ല, ഇപ്പൊ രാത്രി സ്പെഷ്യല് പന്തല് കെട്ടിയിട്ട് ഇല്ല, കണ്ടിട്ടില്ല നിങ്ങളെ? എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ, എല്ലാ ജംഗ്ഷൻസിലും ഉണ്ട്. അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. അപ്പൊ ആണും പെണ്ണും ബാല്യക്കാരത്തിയും ബാല്യക്കാരും എല്ലാം ഇപ്പൊ അവിടെയാണ് ഹയാത്താക്കാൻ. അതായത് ജാർഖണ്ഡിൽ ഇമാമിന്റെ പിറക്കുന്ന അരമണിക്കൂർ കൊണ്ട് നിസ്കരിക്കുക, അര ജ്യൂസ് ഓതിയിട്ട് നേരെ ബീഡറിയും കൂട്ടിട്ട് അവിടെ പോവുക. എന്നിട്ട് നേരം വെളുക്കുന്നവരവിടെ ഇരിക്കുക, ഡാൻസും പാട്ടും കൂത്തും ബഹളം എല്ലാം കേട്ടിട്ട്. അയ്യല്ലേ, ഞാനും ഹയാത്താക്കി. ഇപ്പൊ എല്ലാ പള്ളികളിലും അതിന് സൗകര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. പള്ളികൾ ഭരിക്കുന്നവർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? ഇശാ നിസ്കരിച്ചോളണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളണം, 11 റക്അത്ത് ജാർഖണ്ഡിൽ ഇമാമിന്റെ പിറകെ നിസ്കരിച്ചോളണം, എല്ലാരും പള്ളി പൂട്ടിട്ട് പോയിക്കൊള്ളണം. പിന്നെ നിൽക്കാരോ നീയാവില്ലേന്ന് വെച്ചാൽ അങ്ങോട്ട് വന്നു പോകരുത്. വരുന്നില്ല, സലാം. ഫർദാക്ക് പള്ളിയില്ല, സംഘടനക്കാണ് പള്ളി. ഇങ്ങനെ വടക്കോട്ട് പോയ അതേതാ പള്ളി? അത് ഖുറാഫിയുള്ള പള്ളി. ഇതേതാ പള്ളി? അത് തബ്ലീഗാറ പള്ളി. അതേതാ പള്ളി? അത് മുജാഹിദിന്റെ പള്ളി. ഇതേതാ പള്ളി? അത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പള്ളി. അപ്പൊ അള്ളാന്റെ പള്ളി? അള്ളാഹ്ക്ക് പള്ളിയില്ല.
നമ്മളെ കാസർഗോഡേത് അള്ളാഹ്ക്ക് പള്ളിയുള്ള ഒറ്റ പള്ളിയാണ് ചെന്ന് അള്ളാഹുടെ പള്ളി കാണിച്ചു തരാൻ കഴിയില്ല. ഒന്നിക്ക് സംഘടനന്റെ പള്ളി അല്ലെങ്കിൽ സിക്കാര പള്ളി. അതുകൊണ്ട് തന്നെ സംഘടനക്കാർ പറയും പോലെ കേട്ടോളണം. ഞങ്ങളെ പള്ളിയിൽ മനസ്സുള്ളവൻ ഇങ്ങനെ വന്നാൽ മതി, വന്നോളുക, ഇശസ്കരിച്ചോളുക, 11 റക്അത്ത് അല്ലെങ്കിൽ അൽദറ കൈഫ ഡബിൾ അടിച്ചോളുക. പണ്ടൊക്കെ അൽദറ കൈഫ ഡബിൾ അടിക്കലാണ്. ഇപ്പൊ അടുത്ത കാലത്താണ് ഖുർആൻ ഓതൽ വന്നിരിക്കുന്നത്. അൽദറ കൈഫ ഡബിൾ അടിക്കുക, എന്നിട്ട് 20 റക്അത്ത് നിസ്കരിക്കുക, 15 മിനിറ്റ് ഉണ്ട്. നമ്മളെ പള്ളിയിൽ ഇത്രേ പറ്റുള്ളൂ. ഇത് സംഘടനന്റെ പള്ളിയാണ്, സംഘടനന്റെ ഭരണഘടന അനുസരിച്ച് നടക്കുന്ന പള്ളിയാണ്. ഇത് അള്ളാന്റെ നിയമം അനുസരിച്ച്, റസൂലുള്ളാഹിന്റെ നിയമം അനുസരിച്ച്. അന്ന് റസൂലുള്ളാഹിക്ക് സ്വന്തമായിട്ട് മസ്ജിദ് നബവി പോയിരിക്കാമായിരുന്നു. കാരണം അത് അള്ളാന്റെ പള്ളിയാണ് മസ്ജിദ് നബവി. മക്കയിലും സ്വതന്ത്രമായിട്ട് നേരം വിളിക്കുന്നവരെ ഇരിക്കാം, അള്ളാന്റെ പള്ളിയാണ്. ഇപ്പൊ അത് പറ്റൂല. ഇപ്പൊ സംഘടന ഓർഡർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അങ്ങനൊന്നും പറ്റൂല, പള്ളിയിൽ ആ ഒറ്റ നിസ്കാരം മാത്രം, പിന്നെ ഇമാമ് പോയിട്ട് ഉറങ്ങിക്കൊള്ളണം, ആട്ടുകാരെല്ലാം പോയിക്കൊള്ളണം. ശരി, നമ്മൾ പോയിക്കോളാം. നമ്മൾ ഹിയാവുല്ലയിൽ നമുക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് നാം തെരഞ്ഞെടുക്കണം. സംഗതി നടന്നേ പറ്റൂ. കാരണം ശവൽ ഹൽക്ക് മെനക്കെട്ടതാണ്. രാത്രി ഹയാത്താക്കുക എന്നുള്ളത് നേരം വെളുപ്പിക്കലാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേക്കാണ് എന്നൊക്കെ ആണെങ്കിൽ അല്ലാഹ് നിശ്ചയിച്ച് അങ്ങനെ നിശ്ചയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും മെനക്കെടാമായിരുന്നു. ഇത് അല്ലാഹ് പറഞ്ഞത് തന്നെ ഹത്താ മത്ലഇൽ ഫജ്ർ. അതിലേതാ നമുക്ക് കിട്ടാതെ ഒരു ഉറപ്പ് നമുക്കില്ല. രണ്ടാമതായിട്ട് പറഞ്ഞത് ശദ്ദൽ മിഅ്സറ, നബിതങ്ങൾ അരമുറുക്കി ഉടുക്കുമായിരുന്നു. നബിതങ്ങൾ അരമുറുക്കി ഉടുക്കുമായിരുന്നു എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താണ്? ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? ആ 10 ദിവസം റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരെ സമീപിക്കുമായിരുന്നില്ല. വേറൊരു അഭിപ്രായം, നമ്മള് കച്ച കെട്ടി ഇറങ്ങി എന്ന് പറയുന്നില്ലേ, അതിനുള്ള വാക്കാണ്. അത്ര മെനക്കെടുമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ ഈ ഷാവുൻ സ്കെച്ച് 2 റക്അത്ത് സുന്നത്തും സ്കെച്ച് ജാർഖണ്ഡിൽ ഇമാമിന്റെ പിറക്കുന്ന അരമണിക്കൂർ കൊണ്ട് 11 റക്അത്ത് അൽദറ കൈഫിയോ നിസ്കരിച്ച് പിറക്കോയി കിടന്നുറങ്ങിയാൽ ഈ പരിശ്രമവുമായിട്ട് ഉമ്മത്തിനെന്ത് ബന്ധം? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഒന്നും തിരിയാതെ എന്തെല്ലോ ചെയ്താണ്. നമ്മൾ വലിയ മാന്യന്മാർ, നമ്മൾ ബുദ്ധിജീവികൾ, നമ്മൾ ഉറക്കൊന്നും ഒഴിവാക്കില്ല. മൂന്നാമത്തെ ഇതിനേക്കാളും വലിയ വിഷയമാണ് റസൂലുള്ളാഹി തങ്ങൾ കുടുംബത്തെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമായിരുന്നു. ഒരു കൂട്ടക്കാർ പറയുന്നു ഇശ നിസ്കരിക്കാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, 11 റക്അത്ത് അൽദറ കൈഫ് ഓതിയിട്ട് നിസ്കാരം പൂർത്തിയാക്കുക, എന്നിട്ട് പോയിട്ട് ഉറങ്ങുക. അപ്പൊ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ കുടുംബത്തെ ഉണർത്തിയത് എപ്പോഴായിരുന്നു? അപ്പൊ മഗ്രിബിനെ ഉറങ്ങുമായിരിക്കും. ഫാത്തിമ ബീവി അടക്കം മഗ്രിബിനെ ഉറങ്ങുമായിരിക്കും. ഫാത്തിമ ബീവി, ഹസൻ, ഹുസൈൻ ഒക്കെ അവരൊക്കെയാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ ഒളിപ്പിച്ചത്. വെള്ളം കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേൽപ്പിക്കുക. മക്കളെ എഴുന്നേൽക്കി, ഉറങ്ങേണ്ട ദിവസമല്ല, അള്ളാന്റെ തീരുമാനം വരുന്ന ദിവസമാണ്, നമ്മൾ ഉറങ്ങിക്കൂടാ. അപ്പൊ കൂടെ കുടുംബത്തെ ഉണർത്തുക. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ ഉണർത്തുക? നമ്മൾ പറയുന്നു ഈ പള്ളി നടക്കുന്ന ജമാഅത്ത് അതിന്റെ ഒന്നിച്ചു കൂടിക്കൊള്ളണം, ഈശാ നിൽക്കണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളണം, 15 റക്അത്ത് ജാർഖണ്ഡിൽ ഇമാമിന്റെ ഒന്ന് നിൽക്കണം, ഒരു 9 മണിക്ക് 9:30 പെരക്ക് പോയിട്ട് കിടന്നുറങ്ങിക്കൊള്ളണം. പിന്നെ ഉണർത്തല് ഈ ഐക്കല്ലാഹില. ഞാൻ അതാ പറഞ്ഞത്, ദീനുൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സമൂഹമാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ. നാം വഞ്ചിതരാകരുത്. നാം മെനക്കെട്ടേ പറ്റൂ. സ്വകാര്യമായി ഒറ്റയ്ക്കിരുന്നിട്ട് മെനക്കെട്ടേ പറ്റൂ. നമുക്ക് നമ്മളെ കാര്യം നോക്കിയേ പറ്റൂ. മറ്റുള്ളവരെന്ത് തീരുമാനിക്കുന്നു എന്ന് നമുക്കറിയണ്ട. അപ്പൊ ഇനി ലാസ്റ്റിലേക്ക് പോവാം. പരിശുദ്ധ റമദാനാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മാസം. അതിന്റെ അവസാനത്തെ 10-ലാണ് നാം എത്തിയിരിക്കുന്നത്. ആ അവസാനത്തെ 10-ൽ ചിലർ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ 21-ാം രാവ് മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച കഴിഞ്ഞവർ, മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്ന നോമ്പാക്കിയവർ, മാസം കണ്ടിട്ടില്ല അതുകൊണ്ട് 30 പൂർത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞവർക്ക് ബുധനാഴ്ചയാണ് നോമ്പ്, അല്ലാത്തവർക്ക് ചൊവ്വാഴ്ചയാണ് നോമ്പ്. അപ്പൊ അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടാനില്ല. അവസാനത്തെ 10 ഫുള്ളാക്കിയ പിന്നെ ആർക്കും പ്രശ്നമില്ല. അതൊറ്റയാണ് ഇരട്ടിയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒന്നിക്കൽ ഇരട്ടി കുടുങ്ങും, അല്ലെങ്കിൽ ഒറ്റ കുടുങ്ങും. ഒന്നിക്കൽ അവരൊറ്റ കുടുങ്ങും, അല്ലെങ്കിൽ ഇവരൊറ്റ കുടുങ്ങും. 10 ആക്കിയ ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കും പോലെ ഒന്ന് എടുത്ത് പോയേക്കാന്ന് വിചാരിക്കുന്നവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ ഇപ്പൊ എന്തായി? ഇവിടുത്തെ രീതി അനുസരിച്ച് മാസം കണ്ടിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശഅബാൻ 30 പൂർത്തിയാക്കി നോമ്പ് നോറ്റതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വ്യാഴം 1 വ്യാഴമാണ് 1. അപ്പം
ഇന്ന് എത്രാമത്തെ നോമ്പായി? 21ാമത്തെ നോമ്പ്. ഇന്ന് 22ാം രാവായി. ഇന്നലാണ് 21ാം രാവ്. മാസം കണ്ടിട്ട് നോമ്പോറ്റവർക്ക് മിഞ്ഞാന്നാണ് 21ാം രാവ്. അപ്പൊ ഇന്ന് ഒന്നിക്കൽ 22ാം രാവ് അല്ലെങ്കിൽ 23ാം രാവ്. തലക്കുന്നേ തുടങ്ങിയവർക്ക് ഒന്നും നോക്കണ്ടേയില്ല, ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സാവും. ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. ഒന്ന് കച്ചകെട്ടി ഇറങ്ങിക്കോളി. നമ്മൾ താമസിക്കുന്ന നാട്ടിലെ പള്ളിയിൽ അതിന് സൗകര്യപ്പെടുത്തി തരുന്നില്ല സംഘാടകരെങ്കിൽ നമ്മളെ വീട്ടിൽ കഴിഞ്ഞുകൂടി ഭാര്യ മക്കളെയും കൂട്ടിയിട്ട്, എന്നിട്ട് മക്കളോട് ഉറങ്ങരുത് മക്കളെ, ഇന്നലെ ഖദറിന്റെ രാത്രിയാണ്, ഭാര്യയും മക്കളെയും കൂട്ടി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്ർ തസ്ബീഹാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, അതേപോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇടക്കിടക്ക് നിസ്കാരങ്ങൾ. അതിന്റെ ഏറ്റവും നല്ല വഴി എന്താ? ഇശ നിസ്കരിക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, തൽക്കാലം നിസ്കാരം നിർത്തിവെക്കുക. 2 ഇമാമ് വേണ്ട ഒരു പള്ളിയിൽ, ഒറ്റ ഇമാമ്. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എന്തിനാ സമയം മാറ്റുന്നത്? ഒന്ന്, അല്ലാഹു തആല ഇറങ്ങി വരുന്നത് രാത്രി 3/2 കഴിഞ്ഞിട്ടാണെന്ന് സഹിഹ് ഹദീസാണ്, അല്ലേ? യൻസിലുല്ലാഹു തബാറക വ തആല, അല്ലാഹു ഇറങ്ങും ഫിസ്സമാഇ ദുനിയ, 1ാം ആകാശത്തിൽ, ബഅദ സുലുസൈൽ ലൈൽ, രാത്രി 3/2 കഴിഞ്ഞാൽ. ഇന്നത്തെ സമയം അനുസരിച്ചാണെങ്കിൽ രാത്രി 2-2:30 മണിക്ക്, ഇപ്പോഴത്തെ ടൈം അനുസരിച്ച്. ഈ രാത്രി 2:30 മണിക്ക് അല്ലാഹു തആല ആകാശത്തിൽ ഇറങ്ങും എന്ന് അഷ്റഫുൽ ഖൽഖ് കൃത്യമായി പറഞ്ഞതാണ്. എന്നിട്ട് അല്ലാഹു തആല വിളിച്ചു പറയും, അലാ മുസ്തഗ്ഫിരീൻ, അല്ലയോ എന്നോട് പൊറുക്കലിനെ തേടുന്നവരാരും ഇല്ലേ? ഉണർന്നെണീച്ചിട്ട് ഫഅഗ്ഫിറു ലഹു, ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അലാ മുസ്തർസിഖീൻ, എന്നോട് ആവശ്യങ്ങൾ ചോദിക്കുന്നവരില്ലേ? ഫഅർസുഖു, എന്ത് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ നൽകാം. അലാ മുസ്തആഫിൻ, ആഫിയത്ത് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഫഅഫി, ഞാൻ ആഫിയത്ത് നൽകാം. ഇത് അല്ലാഹു തആല വിളിച്ചു പറയും രാത്രി 2 മണി കഴിഞ്ഞ് വന്നിട്ട് എന്ന്. അപ്പൊ ഈ 3/2 ശേഷം കിട്ടണമെങ്കിൽ ഈ പറയുന്നത് പോലെ സംഘടനക്കാരും മറ്റും പറയും പോലെ ഇശാഉ നിൽക്കിച്ച് 2 റക്അത്ത് സുന്നത്തും നിൽക്കിച്ച് 15 റക്അത്ത് ജാർഖണ്ഡിന്റെ പിറകിൽ നിൽക്കിച്ച് പുറക്ക് പോയിട്ട് തിന്നു കുടിച്ച് കിടന്നുറങ്ങിയാൽ ഈ അള്ളാഹുവിന്റെ വിളി കേൾക്കാൻ ആരെ കൊണ്ടാണ് കഴിയുക? അതിന് നമുക്ക് എന്ത് സംവിധാനമാണുള്ളത്? പള്ളിക്കാർ വിടുന്നില്ല, നമ്മൾ പുറക്ക് അന്നത്തെ ദിവസം വീളി. അയൽവക്കക്കാരായ മറ്റു മതക്കാർ ചോദിക്കണം, എന്താണ് നിന്റെ വീട്ടിൽ ഇന്നലെ ഏറെ വെക്കുന്നവരെ ലേറ്റ് ആണല്ലോ, ഉറങ്ങിയിട്ടില്ല ആരും. അപ്പൊ അയൽവക്കക്കാരോട് പറയാൻ കഴിയണം, അതെ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്താ? എന്റെ റബ്ബ് 1ാം ആകാശത്തിൽ വരുന്ന ദിവസമാണ് ഇന്നലെ. എന്റെ റബ്ബിനോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഉണർന്നിരുന്ന് പറയാനുണ്ട്. ആ സമയത്ത് ഞാൻ ഉറക്കത്തിലായിപ്പോയാൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ധൈര്യമായിട്ട് പറയാൻ കഴിയണം. അവർക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കണം ആ കെയർ ഓഫിൽ. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കുടുംബത്തെയും കൂട്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു ഉബയ്യ് ഇബ്നു കഅബിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് നിർത്തിച്ചു മദീനത്ത്. എല്ലാരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഇമാമിന്റെ പിറകെ നിസ്കരിക്കാൻ, തറാവീഹ് നിസ്കാരം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ നിസ്കരിച്ചില്ല, മൂപ്പര് പിറക്കോട്ട് നിസ്കരിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ ഈമാനാണോ നമുക്ക്, അതോ പൊതുജനങ്ങളുടെ ഈമാനാണോ? നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ഈമാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ നിസ്കരിച്ച് കിടക്കുന്ന ആളാണ്. ഇശാ കഴിഞ്ഞിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് നിസ്കരിച്ച് കിടക്കുന്ന ആളാണ്, എന്നിട്ടേ ഉറങ്ങുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നല്ല ധൈര്യമില്ല എഴുന്നേൽക്കുമെന്ന്, അതുകൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുന്ന ആളാണ്. എന്താ കാര്യം? എനിക്ക് നല്ല ധൈര്യമുണ്ട്, എണീക്കുമെന്ന്. എണീച്ചല്ലേ പറ്റൂ എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക്. പിന്നെ എനിക്ക് ധൈര്യം എന്ന് പറയുന്നത് എങ്ങനെ? ആ വാശിക്കാരനാണ് ഉമർ റളിയല്ലാഹു അൻഹു. നമുക്ക് കാര്യം വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പക്ഷെ 3/2 ശേഷം അള്ളാഹ് വരുമ്പോൾ അത് കിട്ടണമെങ്കിൽ ഉറക്കൊഞ്ഞേ പറ്റൂ. അവസാനത്തെ 10 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറക്കം അങ്ങനെ നിങ്ങൾക്ക് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ജാഥാസീത രീതിയിൽ ഇശാ നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 15 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് പുറത്ത് പോയി കിടന്നുറങ്ങുന്ന അതിന് തടസ്സമൊന്നുമില്ല, ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മേൽ നിർബന്ധിച്ചിരിക്കുന്ന അമലുകൾ ചെയ്ത് കടം തീർക്കുന്നതിനേക്കാൾ കടത്തിനും അപ്പുറത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ചില ഔദാര്യങ്ങളുണ്ട്.
നമ്മൾ നിർബന്ധമായി ചെയ്ത അമലുകൾക്ക് അപ്പുറത്ത് അള്ളാന്റെ ചില ഔദാര്യങ്ങൾ കിട്ടാനുണ്ട്. ആ ഔദാര്യങ്ങൾ ഞാൻ ആവശ്യക്കാരനാണ്, അതുകൊണ്ടാണ് ഈ അവസാനത്തെ പത്തിൽ ഞാൻ പാടുപെടുന്നത് എന്ന് സ്വന്തത്തോട് പറഞ്ഞിട്ട് മെനക്കെട്ടുകൊള്ളണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം, നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഫിഖ് പറഞ്ഞിട്ട് സലഫികൾ പോലും ഉമ്മത്തിനെ കുളമാക്കുന്ന ചില രീതി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊക്കെ ശിയാക്കളാണ് ഫിഖ് പറഞ്ഞിട്ട് അമലിനെ ചുരുക്കാറ്. ഫിഖ് അമലിനെ സഹിയാക്കാനുള്ളതാണ്, ഹദീസ് അമലിനെ കബൂലാക്കാനുള്ളതാണ്. അമല് സഹിയാകാനാണ് ഫിഖ്. ഇമാം ഷാഫി റഹിമഹുല്ല താടിയുടെ ഫിഖ് പറഞ്ഞു. മുഖം നോക്കുമ്പോൾ രോമത്തിന്റെ ഇടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത അത്ര താടി ഉണ്ടായാൽ മതി. പക്ഷെ ഇമാം ഷാഫി റഹിമഹുല്ല ഹദീസ് അനുസരിച്ചാണ് അമൽ ചെയ്തത്. കാരണം നെഞ്ചു മറയുന്ന താടിയായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ലക്ക്. ഒരു കിതാബിൽ എഴുതിയ ഫിഖ് കുറ്റിത്താടി മതി എന്നാണ്. ഷാഫി താടി എന്ന് പറഞ്ഞത്, കേരളത്താടിക്ക് ഷാഫി താടി എന്നാ പറയാ. ഷാഫി മാമ പറഞ്ഞ താടി, കേരളത്തിലെ താടി. അത് മുസ്ലിയാക്കന്മാരൊക്കെ കുറ്റിത്താടി വെച്ച് നടക്കുന്നത് മദ്ഹബിന്റെ ആളായതുകൊണ്ട്. സലഫികൾ ഏത് മദ്ഹബ? മദ്ഹബുല്ല ദീനുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭയപ്പെട്ടേ പറ്റൂ, വളരെ ഭയപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് അവസരം കിട്ടിയവർ, മനസ്സല്ലാഹു തന്നവർ, സൗഭാഗ്യമല്ല തന്നവർ, ഇൽമു തന്നവർ, മനസ്സിന് നല്ല സ്ഥൈര്യം കിട്ടിയവർ, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഉമ്മത്തിന് വേണ്ടി നമുക്ക് മെനക്കെടാം, സമൂഹത്തിന് വേണ്ടി നമുക്ക് മെനക്കെടാം. അള്ളാഹുവിനോട് നമുക്ക് പാതിരാക്ക് ചോദിക്കാം, നമുക്ക് വേണ്ടിയും ഈ ഉമ്മത്ത് കിടന്നുറങ്ങുന്ന ഉമ്മത്തിന് വേണ്ടിയും. നമുക്കെന്താ നഷ്ടം? അള്ളാഹിന്റെ ഖസനാവിൽ നിന്ന് കൊടുക്കുന്നതിന് നമുക്ക് വല്ല നഷ്ടം? നമുക്ക് തരാൻ വെച്ചത് അത് എടുത്തിട്ട് വരാൻ കൊടുക്കും. അങ്ങനെയാണ് അള്ളാഹ് എല്ലാവർക്കും വാരിക്കൂടി കൊടുക്കുന്നവൻ അള്ളാഹ്. അള്ളാഹ് തടഞ്ഞത് തരാനും ആരെ കൊണ്ടും പറ്റൂല, അള്ളാഹ് തരുന്നത് തടയാനും ആരെ കൊണ്ടും പറ്റൂല. ഇതിൽ നമ്മളെപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചാൾക്കാര് മറ്റുള്ളവർക്ക് വേണ്ടി മെനക്കെടുന്നവരാകുക. നമ്മുടെ കാര്യങ്ങളും പറയുക, കിടന്നുറങ്ങുന്ന ഉമ്മത്തിന്റെ കാര്യവും പറയുക. എന്നിട്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ സജീവമാക്കുക. അള്ളാഹു സകല സൗഭാഗ്യങ്ങളും തന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനെ അള്ളാഹു തആല കബൂലാക്കുകയും ആ മാസവുമായി ബന്ധിപ്പിച്ച മുഴുവൻ ബറക്കത്തുകളെയും അള്ളാഹു നമുക്ക് ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.